സോ ആരെങ്കിലൊക്കെ വന്നോ ആവോ. കൊമിക്കിൻ്റെ ഉള്ളൊരുത്തി കൊമിക്കിൻ്റെ സ്ലോട്ട് അടുത്താണ്ടല്ല. സ്ലോട്ട് പിടിക്കട്ടെ. 57 പേര്. സോ നമുക്ക് നമ്മുടെ സ്ലോട്ട് വെരിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. സോ എക്സോഡസ് 3ാമതുണ്ട്. കൊമിക്കിൻ്റെ പിള്ളേർ ഏതാ? കൊമിക്ക് 20 ആൾക്ക്. എക്സോഡസ് പിന്നെ സഹൽ ബ്രോ ടോപ്പിൻ്റെ പിള്ളേർ 8ാം സ്ഥാനത്താകരാ. 1-2 പേര് കണ്ടുള്ളൂ. അത് 8. ടോപ്പിൽ ആരും വന്നിട്ടില്ലല്ലോ ബ്രോ. ആരും വന്നിട്ടില്ല ടോപ്പിൻ്റെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് വിചാരിക്കും സഹൽ ബ്രോ. സോ നമുക്ക് നോക്കാം. നമ്മുടെ ടിപ്പെക്സിൻ്റെ 3ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും 2ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് നോക്കാം. എക്സോഡസിൻ്റെ പിള്ളേർ 2 പേര് വന്നിട്ടുള്ളൂ. ബാക്കി ആരും വന്നിട്ടില്ല. അതുപോലെ തന്നെ സീറോ എക്സ്പെനുള്ള 2. RDXൻ്റെ പിള്ളേരോട് ഫുൾ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പിള്ളേരോട് ഡബിൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർജിൻ റോക്ക് നാഷണൽ പിള്ളേരോട് ഇരിക്കുന്നുണ്ട്. ലൂസിഫറിൻ്റെ പിള്ളേർ ഫുൾ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 8ാമത്തെ ടീം ടോപ്പിൻ്റെ പിള്ളേർ ആരും വന്നിട്ടില്ല. ടീഗോഡിൻ്റെ പിള്ളേർ ഫുൾ സെറ്റ് ആയിട്ട് നേരത്തെ തന്നെ കയറിയിരിപ്പുണ്ട്. നമ്മുടെ പിന്നെ ടീഗോഡ് കഴിഞ്ഞാൽ നമ്പർ 10 സ്ലോട്ട് എല്ലാവരാണ്. ബ്ലഡ്സിൻ്റെ ആരും വന്നിട്ടില്ല. അതുപോലെ തന്നെ 11 സ്ലോട്ട് 11 നമ്മുടെ ഡെഡിൻ്റെ പിള്ളേർ 2 പേര് വന്നിട്ടുള്ളൂ. 12 കേരള വാർഹെഡ്സ് ആരും വന്നിട്ടില്ല. വാർഹെഡ്സിൻ്റെ പിള്ളേർ വരെയായിരിക്കും. ഒരാൾ മാത്രം വന്നിട്ടുള്ളൂ. അതുതന്നെ അൺനോണിൻ്റെ പിള്ളേരോട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബൈറ്റിൻ്റെ പിള്ളേർ 3 പേര് വന്നുള്ളൂ. 4ാം നമ്മുടെ ബൈറ്റ് സ്പെക്ടർ ഉണ്ടായിരുന്ന പുള്ളി ഇപ്പോൾ ചാടിപ്പോയിട്ട് വരുമായിരിക്കും. സ്പാർട്ടർ പിള്ളേർ നേരത്തെ വന്ന് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെനത്തിൻ്റെ പിള്ളേർ 3 ആയിട്ടുള്ളൂ. അതുപോലെ ഇനി നമ്മുടെ ആരൊക്കെയുണ്ട്? ബോസ്കോൻ്റെ പിള്ളേരോടുണ്ട്. ടീം VSOP പിള്ളേരോടുണ്ട്. അതുപോലെ INT പിള്ളേർ 2 പേര് വന്നുള്ളൂ. 3 പേര് ബാക്കിയുള്ള വരുമെന്ന് വിചാരിക്കാം. സോ ലിയോ കൊമിക്കിൻ്റെ പിള്ളേരോട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലിയോ കൊമിക്കിൻ്റെ പിള്ളേരോട് ഫുൾ സെറ്റ് ആയിട്ട് കൊമിക്. അതുപോലെ തന്നെ ഇന്നലെ ഡിന്നർ അടിച്ച് നമ്മുടെ സ്വന്തം കൊമിക്കാണ്. കൊമിക്കിൻ്റെ അവിടെ ഇരിക്കുന്നത് ഇന്നലെ റാങ്കിലേക്ക് എടുക്കാൻ പോയതിനു ശേഷം നമ്മുടെ കൊമിക്കിൻ്റെ പിള്ളേരാണ് നൈസായിട്ട് ഡിന്നർ അടിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോക്കാം DX ഉണ്ട്. മാക്സ് DR ന്യൂ DXനുള്ള ആരും വന്നിട്ടില്ല. DXൻ്റെ പുതിയ ടീംസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DTRൻ്റെ പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയാണ്. DTR വിളിച്ചിട്ടാണ്. റൈസിനുള്ള വന്നിട്ട് ടിപ്പെക്സിൻ്റെ ആരും വന്നിട്ടില്ല. ടിപ്പെക്സ് സമയം ഇപ്പോൾ 9:13 നമ്മുടെ പിള്ളേർ 72 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ജോയിൻ ആകുമെന്ന് വിചാരിക്കാം. സോ ബ്രോസ് എന്താണ് വിശേഷം? എല്ലാവരും എത്ര പേര് ഇപ്പോൾ കാണാനുണ്ട്? 6 പേരുണ്ടോ? എത്ര പേരുണ്ട് ഞാൻ നോക്കിയില്ല. സോ DTRനുള്ള വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരുന്നത്. IMT സ്യൂസ് പുള്ളി ഇത് ഒരു ക്ലാനും ഇല്ല. എന്നിട്ട് ചുമ്മാ ചടികര. പക്ഷേ മറ്റേ IMT ബോസ്കോ ടീം VSOP ഉണ്ട്. പുള്ളിനെ കളിപ്പിക്കണോ വേണ്ടിയോ എന്നാണ് ഞാൻ നോക്കണത്. പുള്ളിനെ ഞാൻ എന്തെങ്കിലും ലാസ്റ്റ് സെറ്റ് സെയിം ക്ലാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് സെയിം ക്ലാനായിട്ട് വരാൻ പറഞ്ഞുള്ളൂ പരമാവധി. അത് നമ്മൾ ചെയ്യണില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നൈസായിട്ട് കിക്ക് ചെയ്യലാണ്ട നമ്മൾ അവസാന നിമിഷം ചെയ്യുള്ളൂ. കാരണം ഞാൻ പുള്ളിനെ ഇപ്പോൾ ഓൾറെഡി കുറേ തവണ കിക്ക് ചെയ്ത് പുള്ളി നിന്നും കയറി വരുന്നുണ്ട്. സോ നമ്മളെന്തെങ്കിലും കിക്ക് ചെയ്യുന്നതായിരിക്കും. എക്സോഡസിൻ്റെ ഉള്ളവരോട് ഫുൾ സ്ക്വാഡായിട്ട് എക്സോഡസ് അസോൾട്ടർ വന്നിട്ടുണ്ട്. അതുപോലെ വരുന്നത് കേരള വാർഹെഡ്സ് വരുന്നുണ്ട്. നമ്മുടെ വൈപ്രക്സ് ആരായിരുന്നു? ഇന്നലെ കണ്ടായിരുന്നല്ലോ വൈപ്രക്സിനെ. ഇന്നലെ ഉണ്ടായിരുന്നു. പുള്ളി നമ്മുടെ DX അതെ DXലാണ്. പിന്നെ DTRൻ്റെ പിള്ളേർ DTR ഹാവോക്ക് ബോസ് ഗോഡ് ഉണ്ട്. 4ാമത്തെ ആൾ വരുന്ന വിചാരിക്കും. ടിപ്പെക്സിൽ ആരില്ലാന്ന് തോന്നുന്നു. അത് ആരും കയറുന്നില്ല. നമ്മുടെ എൻ്റെ കൂടെ നിന്ന് ടിപ്പെക്സ് വെനമാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ 3C അൺനോണിൻ്റെ പിള്ളേർ. സോ 2 സ്ക്വാഡ് വരെ കയറാനുണ്ട്. ടോപ്പിൻ്റെ ഉള്ളവർ ആരും കയറിയിട്ടില്ല ബ്രോ. ടോപ്പിന് എന്ത് പറ്റി? ആരും കയറണില്ലേ? സഹൽ ബ്രോ എന്ത് പറ്റി? ടോപ്പിൻ്റെ ഉള്ളവർ ആരും വന്നിട്ടില്ല.
സാഹിൽ ബ്രോ ടോപ്പിൻ്റെ പിള്ളേർ ആരും വന്നിട്ടില്ല. നമ്മൾ സ്റ്റാർട്ടിങ് ടൈം 9:15 ഇപ്പം 9:15. ഓക്കെ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് നോക്കാം ആരൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ടോപ്പ് കോബ്ര വേഗം കയറും, ടോപ്പിൻ്റെ പിള്ളേർ വേഗം കയറും. ഉദ്ദേശി ഇത് വാർഹെഡാണ്, അതെ വാർഹെഡാണ്. ഓക്കെ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ടോപ്പ് ഓക്കെ DX നമ്മളിത് തുടങ്ങാൻ പോവാണ്. സമയം 9:16. അതെ, എല്ലാവരും കയറി നോക്കാം. 80 പേരായിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയമായി. സമയത്തിന് നമ്മളിപ്പോൾ പങ്ക്ച്വാലിറ്റി ഇടാറുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ബൈ. സോ നമ്മുടെ ഈ IMT ഒബ്സ്കോന് മാപ്പില്ലെന്ന് സാനൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി പുള്ളിനെ പറ്റി. സോ സഹൽ ബ്രോ സോറി ബ്രോ, ടൈമായി. 9:15. നമ്മുടെ സാനോക്കാണ്. സാനോക്കിൽ എന്താണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പാമ്പുകളും പാമ്പുപിടുത്തക്കാരും തമ്മിലുള്ള കളിയാണ് ഇവിടെ നമ്മുടെ സാനോക്കിൽ നടക്കാൻ പോകുന്നത്. സാനോക്കിൽ അപ്പം ഇന്നാരാണ് പാമ്പുപിടുത്തക്കാരാകുമ്പോൾ നമുക്ക് കണ്ടറിയാം. അതോ പാമ്പുകൾ ജയിക്കുക പാമ്പുപിടുത്തക്കാർ ജയിക്കുക നമുക്ക് കണ്ടറിയാം. അതോ ഇന്ന് പാമ്പുപിടുത്തക്കാർ തമ്മിലായിരിക്കും അടിയെന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം. സോ നോക്കാം ആരൊക്കെയുണ്ട്. ഒരു ഇതെല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും 2-3 സ്ക്വാഡ് ഉണ്ട്. ടിപ്പെക്സ് 2 പേരുള്ളൂ എന്ന് തോന്നുന്നു. അതെ 2 പേരുള്ളൂ. DTR 3 പേരുള്ളൂ. സോ ഗൈസ് നമ്മുടെ ടൈം അങ്ങനെ ഇത് ടിപ്പെക്സ് നമ്മുടെ ഇസഡാറിൻ്റെ പിള്ളേർ ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഇന്ന് DXൻ്റെ പിള്ളേർ ആരും സപ്പോർട്ടില്ല. DXൻ്റെ പിള്ളേർക്ക് ആർക്കും സപ്പോർട്ടില്ല തോന്നുന്നുണ്ട്. ടീഗോണിന് എന്തൊരു ബ്രോസ് നിങ്ങളെ സപ്പോർട്ടേഴ്സ് ആരും വരുന്നില്ലല്ലോ. ആർജിൻ്റെ ഒക്കെ പിള്ളേർ പുതിയ നിങ്ങൾ റീപ്പറിൻ്റെ കട്ട ഫാൻസ് ഉണ്ട്. റീപ്പറിൻ്റെ പിള്ളേർ റീപ്പർ ZRX റീപ്പർ ഓടിയുണ്ട്. റീപ്പർ അതെ ചുമ്മാ ചാടി ഒരു പ്രാവിനൊക്കെ തോളത്തൊക്കെ വെച്ച് പുള്ളി ചാടി ഓടി ഇറക്കുന്നുണ്ട്. പുള്ളി നോക്കാം KPയിൽ കളിക്കില്ലെന്ന് ചോദിച്ചാൽ ഇത്തവണ ഞാൻ ഇത്തിരി തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. നോക്കട്ടെ ബുക്ക് സ്ലോട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് തന്നെ ഡൗട്ടാണ് ചോദിച്ചുകൊണ്ട്. സോ ഇന്നായിരുന്നു നമ്മുടെ ബൂട്ട് ക്യാമ്പ് ഹോട്ട് ഡ്രോപ്പ് സാറിന് ഇറങ്ങുമ്പോൾ നമുക്ക് കണ്ടറിയാം. IND ക്ലോസ് മോനെ സിറക്സിൻ്റെ പിള്ളേർ ആദ്യമേ ചാടിയിട്ടുണ്ട്. എങ്ങോട്ടാണ് മോനെ കൊമിക്കേൻ്റെ പിള്ളേർ ഓൾറെഡി ചാടിയിരിക്കുന്നു. എല്ലാവരും ചെയ്യേണ്ടത് ബൂട്ട് ക്യാമ്പിലേക്ക് ആര് പോകുമെന്ന് നമുക്ക് കണ്ടുവരും. കാരണം ഞാൻ ബൂട്ട് ക്യാമ്പിലേക്ക് സ്പെക്ക് മാറ്റാം അവസാനം. സോ നമുക്ക് നോക്കാം ബൂട്ട് ക്യാമ്പിൽ ആരാണ് പോകുന്നത്. അതോ ആദ്യത്തെ കിൽഫീൽഡിൽ ആരുടെ പേര് വരും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. DXനുള്ളൊരു കിൽഫീൽഡിൽ ആദ്യം പേര് വരുത്തുമോ അതോ മോനെ ബൂട്ട് ക്യാമ്പിൽ ഒരു ലോഡ് പിള്ളേർ അറിയുന്നത്. ബൂട്ട് ക്യാമ്പിൽ അണ്ണോണ്ട് പിള്ളേരൊക്കെ ഉണ്ട്. അല്ലല്ലോ അവർ ബൂട്ട് ക്യാമ്പും കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതേ ബൂട്ട് ക്യാമ്പും കഴിഞ്ഞ് പോകുന്നു. ബൂട്ട് ക്യാമ്പിൽ എക്സോഡസിൽ ആരുമില്ല. ടീഗോണിൻ്റെ പിള്ളേർ ബൂട്ട് ക്യാമ്പിൽ മാത്രമാണ്. ടീഗോണിൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളൂ ബൂട്ട് ക്യാമ്പിൽ. അതെ ടീഗോണിൻ്റെ പിള്ളേരും ഉണ്ട്. വേറൊരു ടീം കൂടി ഉണ്ടല്ലോ. അതേ നമ്മുടെ ആൽഫ DXൻ്റെ പിള്ളേരും ടീഗോണിൻ്റെ പിള്ളേർ നേർ ബൂട്ട് ക്യാമ്പിലാണ്. സോ ബൂട്ട് ക്യാമ്പിൽ എന്തുണ്ടാകുമെന്ന് കണ്ടറിയാം. ടോപ്പിൻ്റെ ആരുള്ളൂ. ടോപ്പ് നമ്പർ സ്ലോട്ട് ആറുള്ളൂല്ല നമ്പർ ടോപ്പിൻ്റെ എല്ലാം 3 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പിള്ളേർ ഇവിടെ ലൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. ലൂട്ട് എടുക്കുന്നത് അപ്പുറത്ത് നിന്ന് നമ്മുടെ DXനുള്ളിൽ എന്താണ് ചെയ്യുക. അത് ഗണ്ണ് കെട്ടി നേരെ കയറി അടിക്കുക. അത് ലൂട്ടൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടിക്കുക. അത് അടി തുടങ്ങിയിരിക്കുന്ന മക്കൾ ഇതേ നമ്മുടെ ടീഗോണിൻ്റെ പിള്ളേർ അടി തുടങ്ങി വെച്ചിട്ടുണ്ട്. സോ ടീഗോണിൻ്റെ പിള്ളേരെ തിരിച്ചടിക്കുക. അതൊന്നും അവിടെ നിന്നും അടിക്കുന്ന M6 സ്നൈപ്പറൊക്കെ വെച്ച് അല്ല മ്യൂട്ടൻ്റെ ചുമ്മാ ചന്നം പിന്നടി നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പിള്ളേർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കുന്നുണ്ട്. ഇത്തവണ എറർ ഇല്ലല്ലോ ബ്രോ. എറർ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച എററിൻ്റെ പിള്ളേരില്ല. സോ നമുക്ക് നോക്കാം. ടീഗോണിൻ്റെ പിള്ളേർ DXൻ്റെ പിള്ളേർ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. താഴെ ആരാണോ മുമ്പിൽ നയിക്കുന്നത് ആരൊക്കെ മുമ്പിൽ നയിക്കുന്നുണ്ട്. അത് ടീഗോ ടാൻസ് എന്താണ് ടെൻഷൻ അടിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. അത് UMBയും പുള്ളി മുന്നേ പിള്ളേർ വേനത്തിൻ്റെ പിള്ളേർ അവിടെ നൈസായിട്ട് നോക്കി തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. അത് ഇവിടുത്തെ ഫൈറ്റ് കാണാൻ പറ്റുമോ ഇല്ല കണ്ടറിയാം. കുറേ നേരം അതാ നോക്കുന്നു മോനെ വേനത്തിൻ്റെ ആർജി പിള്ളേർ അടിച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പോകണമെന്നുണ്ട്. ടീഗോണിൻ്റെ പിള്ളേർ റിട്രീറ്റ് ചെയ്തു. അവിടെ നൈസായിട്ട് മുങ്ങിയിട്ടുണ്ട്. സോ നമുക്കിനി വേനത്തിൻ്റെ പിള്ളേർ 2 നോക്കൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ നോക്ക് വീഴ്ത്തിയതിൽ കേരള വാർഹെഡ്സ് അതിൽ അഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് കണ്ടറിയിരിക്കുന്നു. മോനെ ടിപ്പെക്സ് കളത് മാർട്ടീസിനെ അടിച്ചിട്ടുണ്ട്. മോൻ ഡെഡ് കാശിനെ അവിടെ വീഴ്ത്തുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. അവിടെ കിൽഫീൽഡിൽ കുറേ പേരുകൾ മിന്നി മറിയുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഓൾറെഡി 2 നോക്കുണ്ട്. ആ 2 നോക്കിന് മോനെ അടുത്തടിക്കാനുള്ള ശ്രമം മോനെ അവിടെ നോക്കിട്ടിരുന്നു. മോനെ പോളി വെനഞ്ചീസും വീണിട്ടുണ്ട്. നൈസായിട്ട് ക്രോണോസ് അടിച്ചിട്ടു. ഇവിടെ ക്രോണോസ് തിരിച്ചടിക്കാനുള്ള ശ്രമം. പക്ഷേ ഒരു ബുള്ളറ്റിലും ക്രോണോസിന് കിട്ടില്ല. ജോഷ് അതോടി വരുന്നു. ജോഷിനെ അടിക്കുന്നു. ജോഷ് മോനെ അപ്പോഴും ഇത് വേനത്തിൻ്റെ പിള്ളേർ വായ്പുന്നുണ്ട്. വാർഹെഡ്സിൻ്റെ പിള്ളേർ തുടങ്ങി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെ ബോസ്കോൻ്റെ അടുത്തേക്ക് വേണം. അതിൽ ആരാണ് അടിച്ചിട്ട് നിർത്തി. സോ അടുത്ത ഫൈറ്റ് എടുക്കുന്ന സ്ഥലം എവിടെയാണ്. എക്സോഡസിൻ്റെ അടുത്ത് പോകണോ നേരത്തെ മിസ്. ടോപ്പിൻ്റെ പിള്ളേർ നൈസായിട്ട് നോക്കാം. ടോപ്പിൻ്റെ പിള്ളേർ ഉണ്ട്. VSOP സാക്ക് ടോപ്പിനുള്ളത് ഫ്ലാഷ് RDXനുള്ളത് നൈസായിട്ട് സ്പാട്ടുള്ളവർ അടിക്കുന്നുണ്ട്. RDXൻ്റെ ഉള്ളിലൂടെ നോക്കായി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലാഷായിട്ട് വേണ്ടിയിട്ടുണ്ട്. ഫ്ലാഷായിട്ട് കൂടെ ഉണ്ട്. സ്പാട്ട് അപ്പിക്ക് അത് കറങ്ങിയൊക്കെ വരുന്നുണ്ട് നമ്മുടെ. പക്ഷേ RDX എവിടെയാണ്
ഇവിടെയാണ് അങ്ങ് ദൂരെയാണ് ഫൈറ്റ് എടുക്കുന്നത്. താഴെ നമ്മുടെ RDX ഒരു മോളി നമ്മുടെ ഫ്രീക്കിനെ അടിച്ചിരിക്കുന്നു. മോനെ ഫ്രീക്കിനെ അടിച്ച് പെട്ടിയൊക്കെ അത് അർജുൻ റെഡ്ഡി അടിക്കാൻ അടിച്ച് പെട്ടിയൊക്കെ നോക്കുന്നു. പക്ഷേ ഫ്രീക്ക് പെട്ടു. ഫ്രീക്ക് ഒറ്റയ്ക്ക് നമ്മുടെ മുന്നേറാൻ നോക്കിയാണ്. പക്ഷേ നൈസായിട്ട് വീണു. മോനെ ടീഗോണിൻ്റെ എടുത്തോണ്ട് ടീഗോണിൻ്റെ പിള്ളേർ അവിടെ ചെറുതായിട്ട് ഫൈറ്റ് എടുക്കുന്നു. ടീഗോണിൻ്റെ പിള്ളേർ എന്താണ് ചെയ്യുന്നത് നമുക്ക് കണ്ടറിഞ്ഞിരിക്കുന്നു. RDX പിള്ളേർ അത് അടിച്ച് പെട്ടിയേക്കാൻ ശ്രമമാണ്. എല്ലാവരും തീർന്നു. RDX പിള്ളേർ വൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീഗോണിൻ്റെ പിള്ളേരോട് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് മിസ്സിനാണ് പോയത്. ടീഗോഡിൻ്റെ എല്ലാവരും വേണ്ടിയിട്ടുണ്ട്. പക്ഷേ RDX മൊത്തമായി വൈപ്പ് ആവുകയും ചെയ്തു. ടീഗോഡ് നമ്മുടെ വെക്സൻ്റെ അവിടെ നൈസായിട്ട് റെവെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ജസ്റ്റ് മിസ്. ഞാൻ ഇത്ര നേരം നോക്കി കയറുന്നു. അപ്പോഴാണ് പുള്ളി ടോപ്പിൻ്റെ ടോപ്പിൻ്റെ പിള്ളേർ ചില്ലായിട്ട് നടക്കുന്നത്. ടോപ്പിൻ്റെ അടുത്ത് ഒരു പട്ടിക്കുഞ്ഞ് ഇല്ല ടോപ്പിൻ്റെ അടുത്ത് പിള്ളേർ ടിപ്പെക്സിൻ്റെ ടോപ്പിൻ്റെ പിള്ളേരായിട്ട് അടി എടുക്കുകയില്ല. നമുക്ക് കണ്ടറിഞ്ഞിരിക്കുന്നു. വേറെ എവിടെയും ഫൈറ്റും കാണുന്നില്ല. എന്താണ് ഫൈറ്റ് എടുക്കാത്ത? ആരും ഫൈറ്റ് എടുക്കുന്നില്ല. മോൻ അവിടെ അടി തുടങ്ങിയിരിക്കുന്നു. മോൻ IND ഷാഡിനെ എഴുതിയിരിക്കുന്നു. ടിപ്പെക്സ് കൾ ഷാഡിനെ എഴുതിയിട്ടുണ്ട്. IND ക്ലോസ് ഉണ്ട്. ക്ലോസ് എന്ത് ചെയ്യും? ക്ലോസ് തിരിച്ച് റെവ് എടുക്കാനുള്ള ശ്രമമാണ്. അതേ റെവ് എടുക്കാൻ സ്കള്ള് മാത്രമുള്ളൂ. സ്കള്ളുമുണ്ട്. മായാവിയുടെ മായാവി ഒപ്പിയുടെ മായാവി ഒപ്പിയുടെ പൊടി പോലില്ല ഈ പരിസരത്ത്. സ്കള്ള് മാത്രമുള്ളൂ ഇവിടെ. കോമഡിയാണല്ലോ. സ്കള്ള് ഇവിടെയും മായാവി വേറെ സ്ഥലത്താണ്. സോ രണ്ടറ്റത്താണ്. സോ ഇവിടെ തിരിച്ചടിക്കുന്നു. മോനെ ടിപ്പെക്സ് കള്ളിനടിക്കാനുള്ള ശ്രമം. പക്ഷേ ബുള്ളറ്റ് 1-2 മാത്രം കയറിയുള്ളൂ. 9mm ഡാമേജ് ഇല്ല. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇസഡാറിൻ്റെ അടുത്ത് പോകും. ഇസഡാറിൻ്റെ പിള്ളേർ എവിടെ? 4 സ്ലോട്ട് 6. ഇസഡാറിൻ്റെ പിള്ളേരെടുത്ത് ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാരുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ കാരണം റേസിൻ്റെ പിള്ളേരുണ്ട്. റേസിൻ്റെ പിള്ളേരായിട്ട് ഫൈറ്റ് എടുക്കുകയില്ല. നമുക്ക് കണ്ടറിയേണ്ടിരുന്നു. നെയ്ഡുകൾ എറിയുന്ന മോനെ റേസിൻ്റെ പിള്ളേർ ഓൾറെഡി സ്പോട്ട് ചെയ്തിട്ട് നെയ്ഡുകളൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. റേസ് ഡീസിങ് നെയ്ഡുകൾ എറിയുന്നുണ്ട്. കഴിഞ്ഞ ഇസഡാറിൻ്റെ പിള്ളേർ തീർത്ത DTR ആണ്. പക്ഷേ ഇത്തവണ DTR ഇവിടെ ഇല്ല. ഇത്തവണ നമ്മുടെ റേസിൻ്റെ പിള്ളേരായിട്ട് ഇസഡാറിൻ്റെ പിള്ളേർ പൊരിഞ്ഞടി നടത്താനുള്ള ശ്രമം ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ പോകണമെന്നുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു നോക്കുകൾ പിള്ളേർ അടിച്ചുറക്കി വിടുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. സോ ഗായ്സ് എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? ഇവിടത്തെ ഒന്നും നടക്കില്ല. ഇതേ റേസിൻ്റെ ഉള്ള നൈസായിട്ട് എസ്കേപ്പ് ആവുകയും ചെയ്തു. സോ ഇവിടെ ഒന്നും നടക്കുന്നില്ല. എവിടെയും ഫൈറ്റ് എടുക്കുന്നില്ല. ടിപ്പെക്സ് നമ്മുടെ ടോപ്പിൻ്റെ പിള്ളേരായിട്ട് ടോപ്പിൻ്റെ പിള്ളേർ മായാവിനെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. പുള്ളി മായാവി ഒറ്റയ്ക്കായിരുന്നു. മായാവിനെ അടിച്ച് നോക്കാക്കിയിട്ട് ടോപ്പിൻ്റെ പിള്ളേർ തന്നെ തീർക്കുന്നു. ടോപ്പിൻ്റെ പിള്ളേർ കില്ല് കൺഫേം ചെയ്യാനുള്ള ശ്രമമാണ്. അത് കില്ല് കൺഫേം ചെയ്ത് വിട്ടിട്ടുണ്ടോ? ഇല്ല. മായാവിനെ അടിക്കാനുള്ള ശ്രമം. കിടന്നും മലന്നും മോൻ അങ്ങനെ ഇട്ട് ടോപ്പ് ജോക്കറാണ് അടിച്ചിരിക്കുന്നത്. മോനെ DTRൻ്റെ പിള്ളേർ അടി തുടങ്ങിയിട്ടുണ്ട്. DTRൻ്റെ DTRൻ്റെ പിള്ളേർ നൈസായിട്ട് ഇവിടെ ചെറിയൊരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആരാണ്? എക്സോഡസിൻ്റെ പിള്ളേർ. അതാ സൈക്കോ ഉണ്ട്. സൈക്കോയുടെ DTRൻ്റെ പിള്ളേരാണ്. DTRൻ്റെ പിള്ളേർ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. മോനെ ചന്നം. പിന്നെ DTR ബോസ് എവിടെയാണ്? അയ്യോ ബോസ് എവിടെ നോക്കിയിട്ടുണ്ട്? അല്ല ബോസല്ല നോക്കിയാക്കി. ബോസാണ് നോക്കിയാക്കിയത് ആരോ. സോ ബോസിൻ്റെ അടുത്ത് ബോസ് അത് ചാടി ഓടി വരുന്നുണ്ട്. എക്സോഡസിൻ്റെ പിള്ളേർ അടിക്കാൻ വേണ്ടി ബോസ് അത് ഇടിച്ച് കയറി മോനെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒടിച്ച് കയറി കുത്താൻ വരുന്നു. എക്സോഡസ് ഡ്രാഗൺ അത് എഴഞ്ഞു വരുന്നു. എക്സോഡസ് ഡ്രാഗൺ അടിച്ച് പെട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കില്ല് കൺഫേം ചെയ്തിട്ടു. മോനെ അടുത്ത എക്സോഡസ് ബ്ലാക്ക് ഔട്ടിനെ വെച്ച് അടിച്ച് നോക്കാക്കിയിരുന്നു. പക്ഷേ സോൺ വരുന്നു. സോണിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന എക്സോഡസിൻ്റെ പിള്ളേരും DTRൻ്റെ പിള്ളേരും പൊരിഞ്ഞടിയാണ്. മോനെ ആ കില്ലും DTR ബോസ് അപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിന് എക്സോഡസ് അസോൾട്ടർ മാത്രമാണ് ജീവനോടുള്ളത്. അസോൾട്ടർ ഇനി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അസോൾട്ടറിനെ ചുറ്റും പിള്ളേർ എന്ത് ചെയ്യും? DTRൻ്റെ പിള്ളേർ വളഞ്ഞുകൊണ്ട് വരികയാണ്. പിന്നിൽ ആരാണ് അടി ഇറക്കുന്നത്? അത് ഈ പിള്ളിൽ ചെറിയൊരു അടി ഇറക്കുന്നുണ്ട്. അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു അടി ഇറക്കുന്നുണ്ട്. RDXന് പിള്ളേർ ഫൈറ്റ് എടുത്ത് കഴിഞ്ഞോ? ടിപ്പെക്സ് കള്ളിനെ നിർത്താൻ കണ്ട മോനെ ഹാവോക്ക് അത് ചാടി ഒരു നെക്സ്റ്റ് അസോൾട്ടർ അടിക്കാൻ. അസോൾട്ടർ അത് ആ സൈഡ് മാറിപ്പോയിരിക്കുന്നു. മോനെ അടുത്തടി ഹാവോക്കിന് അടിച്ചില്ല. ഹാവോക്കിന് അടി കിട്ടാൻ പോയത് അപ്പോഴേക്കും ഗോഡ് വന്ന് അടിച്ചിട്ട് DTR ഗോഡ് വന്ന് അടിച്ചിട്ട് തേച്ചിട്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇനി അടുത്തടി. ഇതേ നമ്മുടെ INDയുടെ പിള്ളേരും നൈസായിട്ട് DTRൻ്റെ പിള്ളേരായിട്ട് ചെറിയ ഫൈറ്റിന് ചാൻസ് ഉണ്ട്. ക്ലോസ് അവിടെ ആൾക്കാർ നോക്കുന്നുണ്ടോ? ഇല്ല. ക്ലോസ് അവിടെ ചുമ്മാ നടക്കുകയാണ്. DTRൻ്റെ പിള്ളേർ അപ്പുറത്തുള്ള കാര്യം ഇവർ മറന്നിരിക്കുന്നു. ടീഗോണിൻ്റെ പിള്ളേർ നമ്മുടെ ബൂട്ട് ക്യാമ്പിലും പാരഡൈസിലും നമ്മുടെ തിയോസിൻ്റെ പിള്ളേർ മാത്രമാണ്. അവിടെ ചെറുതായി ടോപ്പിൻ്റെ പിള്ളേരുണ്ട്. ടോപ്പ് വൈപ്പറോടെ നൈസായിട്ട് ഇടയിലാണ്. ടോപ്പ് ആയതിന് തൊട്ടടുത്ത് വാർഹെഡ്സ് മാർലി എന്താണ് നോക്കുന്നത്? മാർലി ആരെയും നോക്കുന്നത് ഇവിടെ കല്ലിൻ്റെ മറയിലിരിക്കുകയാണ് പുള്ളി. മോനെ കൊമിക്കിൻ്റെ അടുത്ത് കൊമിക്ക് അവിടെ ചെറുതായിട്ട് സ്പാട്ടർ പിള്ളേർ അടിക്കുന്നുണ്ട്. അത് സൈക്കിളിൻ്റെ അടിച്ച് നോക്കിയിട്ടുണ്ട്. സൈക്കിളിൻ്റെ ഒരു നൈസായിട്ട് സ്നൈപ്പ് ചെയ്തിട്ടുണ്ട്. കൊമിക്കിൻ്റെ പിള്ളേർ എവിടെയാണുള്ളത്? കൊമിക്കിൻ്റെ പിള്ളേർ നൈസായിട്ട് സ്നൈപ്പർ ചെയ്യുന്നുണ്ടല്ലോ. അത് അവിടെ നിന്ന് ഓടി വരുന്നു. കൊമിക്കിൻ്റെ ഗ്ലാഡിയും ഇമ്പൾസും ലിയോം ചാടി വരുന്നുണ്ട്. നമ്മുടെ RDX പിള്ളേർ. പക്ഷേ അർജുൻ റെഡ്ഡിയും പിള്ളേരും അങ്ങ് പിന്നിലാണ്. അർജുൻ റെഡ്ഡി പിള്ളേർക്ക് നമുക്ക് ഇവരെ സഹായിക്കാൻ പറ്റില്ല. അതേ നെയ്ഡുകൾ വാരി വരുന്നു. സൈക്കിളത്തെ റെവായിട്ടുണ്ട്. നമുക്ക് നോക്കാം. RDXൻ്റെ പിള്ളേർ കമ്മൺ. ഗ്ലാഡി എന്താണ് ചെയ്യുന്നത്? ഗ്ലാഡിൻ്റെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. ഗ്ലാഡി സൈക്കിൾ അല്ല ലിയോ കോമിക് പിന്നിൽ നിന്ന് അടിച്ചിരിക്കുന്നു. അത് പിന്നിൽ നിന്നുകൊണ്ട് സൈക്കിൾ അടിച്ചിട്ടുണ്ട്.
മോനെ RDX അത് ഇമ്പൾസ് കോമിക്ക് ഓടിയിരുന്നു. ഇമ്പൾസ് കോമിക്ക് വണ്ടി കൊണ്ടാണ് വന്നത്. പക്ഷേ വണ്ടി കൊണ്ടുവന്ന് പക്ഷേ കോമിക്കിൻ്റെ ഉള്ള നൈസായിട്ട് RDX റോക്കിന് അടിച്ചിരുന്നു. ഓടച്ചാൻ പോരിഞ്ഞടി കോമിക്കിൻ്റെ ഉള്ളിരുന്ന് ഫ്ലാഷർ മാത്രം ഫ്ലാഷറും വീണിരിക്കുന്നു. ഇനിയാരുണ്ട് അർജുൻ റെഡ്ഡിയുടെ ഒറ്റയാൾ പോരാട്ടം. അർജുൻ റെഡ്ഡി ചാടി കറങ്ങി വരുന്നു. അർജുൻ റെഡ്ഡി പിന്നെ ഇവർ വട്ടം നാരങ്ങയാണ് കളിക്കുന്നത്. എല്ലാവരും അത് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോടുന്നു. അത് അടിക്കുന്നു മോനെ. ഇമ്പൾസ് കോമിക്ക് അടിക്കാൻ ശ്രമം അർജുൻ റെഡ്ഡിനെ പെട്ടിയാവൂ. അതപ്പോൾ ഗണ്ണം റീലോഡായി പോയി. പക്ഷേ എന്നിട്ടും അർജുൻ റെഡ്ഡിക്ക് അടിക്കാൻ പറ്റില്ല. അത് RDX പെട്ടി അത് അവിടെയായിരുന്നു. ടോപ്പിനെ അടിക്കാം. ടോപ്പിൻ്റെ പിള്ളേർ ഉണ്ടായിരുന്നു 8 സ്ലോട്ട് 8. അതിന് അർജുൻ ടോപ്പിൻ്റെ വൈപ്പർ വേണ്ടിയിരിക്കുന്നു. ടോപ്പിൻ്റെ വൈപ്പർ ആരാണ്? വാർ ഹെഡ്സ് അടിക്കുന്നു. മാർലി നമ്മുടെ ടോപ്പിൻ്റെ പിള്ളേർ അടിച്ചിരിക്കുന്നു. ജോക്കർ വേണ്ടിയിട്ടുണ്ട്. ജോക്കർ വീണു. വൈപ്പർ പെട്ടി ഇതേ ഇവിടെ നമ്മുടെ സ്വന്തം ആരാണ് ഇരിക്കുന്നത്? കോബ്ര ഉണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് റെഡ് ഹുഡ് ഉണ്ട്. റെഡ് ഹുഡ് എന്തോ വന്നിരിക്കുന്നു. റെഡ് ഹുഡ് അവിടെ കറങ്ങി വരുന്നുണ്ട്. റെഡ് ഹുഡ് മിക്കവാറും നമ്മുടെ കോബ്രനെ അടിച്ചിട്ട് പെട്ടിയാക്കാൻ ചാൻസ് ഉണ്ട്. അത് കോബ്ര റെബ് എടുക്കാനുള്ള ശ്രമമാണ്. അല്ല വണ്ടി ഇവിടെ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ജോക്കറിൻ്റെ കില്ല് കൺഫേം ചെയ്തിരിക്കുന്നത്. വണ്ടി ഇവിടെ എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. വണ്ടി അവിടെ നിലത്തിരുന്ന് പൊട്ടനാണ്. അത് കോബ്ര വരുന്നു. പക്ഷേ കോബ്രയുടെ പിന്നിലാണ് ആളത്. കോബ്ര അത് കണ്ടില്ല. കോബ്ര കണ്ടില്ല. മോനെ വാർഗഡ്സിൻ്റെ പിള്ളേർ അത് കറങ്ങി വന്ന് മോനെ വളഞ്ഞിട്ട് ഇടിക്കാനുള്ള മോട്ടലൊന്ന് പെട്ടിയാക്കി വിട്ടു. ഞാൻ ടോപ്പിൻ്റെ പിള്ളേർ കില്ല് കൺഫേം ആയിട്ടുണ്ട്. ടോപ്പിൻ്റെ പിള്ളേർ വൈപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം താഴെ ഫോക്സ് റേസിൻ്റെ അവിടെ നിറച്ച് പിള്ളേരെ കാണിക്കുന്നുണ്ട്. റേസിൻ്റെ പിള്ളേർ സീറോ റെസ്പിൻ്റെ പിള്ളേർ ആരെ അടിക്കാമല്ലോ. ഇവിടാണ് ആരെ അടിക്കാമോ. അത് ബൈറ്റിൻ്റെ പിള്ളേർ വെള്ളത്തിലാണ്. ബൈറ്റിൻ്റെ പിള്ളേർ അടിക്കാൻ ബൈറ്റിൻ്റെ പിള്ളേർ അതാ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ബൈറ്റിൻ്റെ പിള്ളേർ വെള്ളത്തിൽ വെച്ച് അടിച്ചുള്ള റീപ്പറും പിള്ളേരും അത് നൈസായിട്ട് ഇതെന്ത് സ്കോപ്പ് പോലും ഇല്ല. അയൺ സൈറ്റിൽ അടിച്ചുള്ള ശ്രമമാണ്. ടോപ്പിൻ്റെ പിള്ളേർ മോനെ ബൈറ്റിൻ്റെ പിള്ളേർ ഓരോരുത്തരെയും പെട്ടിയാക്കാൻ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് പെട്ടിയാലുള്ള പ്രശ്നം അറിയാമല്ലോ എല്ലാവരും. എന്തായാലും മോനെ സീറോസിൻ്റെ പിള്ളേർ വെള്ളത്തിൽ വെച്ച് പെട്ടിയാക്കാൻ മോനെ ബൈറ്റിൻ്റെ പിള്ളേർ വെള്ളത്തിൽ കൂടെ നീന്തി കുളിച്ച് പോവുകയാണ്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനും പറ്റില്ല. വെള്ളത്തിൽ പൊങ്ങിയാൽ റീപ്പറിൻ്റെ പിള്ളേർ അടിച്ചു ചെയ്യും. എന്താണ് അവിടെ മോൻ റേസിൻ്റെ പിള്ളേർ ഫ്ലാങ്ങിന് ആർദർ അവിടെ ഒറ്റയ്ക്കാണ്. മോൻ ആർദർ അതൊക്കെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. ബൂഗിനെ അടിച്ചുള്ള ശ്രമം. ബൂഗി വീണോ? ഇല്ല, ബൂഗി വീണില്ല. ആർദർ കുറേ നോക്കി. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും മര്യാദ ബൂഗിൻ്റെ മേത്ത് ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. പക്ഷേ നോക്കിടാനുള്ള ബുള്ളറ്റ് അത്രയും കയറിയില്ല. ടീഗോഡ് അവിടെ അടുത്തടി തുടങ്ങിയിട്ടില്ല. ടീഗോഡ് എടുത്തു പോലും നൈസായിട്ട്. മോൻ അവിടെ ഫ്ലെയർ അടിച്ചിരിക്കുന്നു. ഫ്ലെയർ അടിച്ച പിള്ളേർ അടിക്കാനുള്ള ശ്രമമാണ്. മോനെ മാറിലെ കില്ല് കൺഫേം ആയിരിക്കുന്നു. ടീഗോഡ് ടെൻസ് വീണു. അങ്ങ് ദൂരം നിന്നാണ് അടിച്ച് മോർട്ടൽ മോനെ ടെൻസിന് അടിച്ച് നോക്കിയിട്ടുണ്ട്. 4x ഒക്കെ വെച്ചിട്ട് പുള്ളി നോക്കുന്നുണ്ട്. സ്പ്രേ ചെയ്തിടാനുള്ള ശ്രമമാണ്. സ്പ്രേ പക്ഷേ സോൺ പോയിട്ടുണ്ട്. സോൺ ഭയങ്കര പ്രശ്നമാണ്. ലോട്ടെക്സ് അത് ചാടി ഓടി വരുന്നു റവ് എടുക്കാൻ. അതേ പുള്ളി അവിടെ ഉണ്ട്. ടീഗോഡ് ലോട്ടെക്സ് ആരും അവിടെ കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. അത് വാർഹെഡ്സിൽ ഇനി ആരൊക്കെ ഉണ്ട്? വാർഹെഡ്സ് മാറിൽ വേണ്ടിയിരിക്കുന്നു. ടീഗോഡ് ചെക്കിനടിക്കുന്നു. ചെക്കും ചാടി ഒളിച്ചിരിക്കുന്നു. മോനെ ക്യൂബി വെച്ച് ചന്നം പിന്നെ അടിക്കുകയാണ്. സ്നൈസ് അപ്പുറത്തൊക്കെ വെച്ച് അടിക്കുന്നുണ്ട്. ഇതെന്താണ്? അതേ എം കെ വെച്ചിട്ട് ക്രോണസ് അടിക്കാനുള്ള ശ്രമമാണ്. അവിടെ ഫുള്ള് സ്മോക്ക് ഇട്ട് ടീഗോണിൻ്റെ പിള്ളേർ നശിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്മോക്കിൽ കൂടെ ഒന്നും കാണാൻ പറ്റില്ല. തിയോസിൻ്റെ പിള്ളേരെ കാണിക്കാം. ലൂസിഫറിൻ്റെ പിള്ളേരെ കാണിക്കാം. ബ്രോസ് ഒരു മിനിറ്റ് ഇപ്പം വരാം. അതെ എന്താണ് ഇവിടെ നടക്കുന്നത് സുഹൃത്തുക്കളെ? മോനെ KW എമ്മോട്ടൽ അവിടെ കറങ്ങി വരുന്നുണ്ട്. പുള്ളി കറങ്ങി വരുന്നതാണോ? അതേ കറങ്ങി മോനെ ടീഗോണിൻ്റെ പിള്ളേർ ഒരു സൈഡിൽ നിന്ന് അടിച്ചിട്ടുള്ള ശ്രമമാണ്. ടീഗോണിൻ്റെ പിള്ളേർ തലയാണെങ്കിൽ അപ്പം തന്നെ സ്പ്രേ ചെയ്തിടുമെന്ന് പറഞ്ഞിട്ട് മോർട്ടൽ കേട്ടെന്നടിക്കുന്നു. എന്താണ് സ്പ്രേ? മോനെ ടാൻസിനടിക്കുന്നു. റേസ് ടോക്സിക് ബോക്സ് അത് ഇവിടെ ഇല്ലല്ലോ. നമുക്ക് തിയോസിൻ്റെ അടുത്ത് ഇവിടെ ഒന്നും നടക്കുന്നില്ല. അത് അവിടെ നിന്ന് ചെറിയ സ്നൈപ്പിംഗ് ഒക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ പിള്ളേർ എല്ലാവരും സോണിലേക്കാണ് കയറുന്നത്. സോണിൽ എന്തും അരെ ബോസ്കോൻ്റെ പിള്ളേർ അവിടെ ചെറിയ എന്താ പണി തുടങ്ങിയിട്ട്. ബോസ്കോ മോനെ ബോസ്കോൻ്റെ പിള്ളേർ മൊത്തം വെട്ടിയാക്കിയിട്ടുണ്ട്. നമ്മുടെ റേസിൻ്റെ പിള്ളേർ ബോസ്കോൻ്റെ പിള്ളേർ മൊത്തം വൈപ്പ് പറഞ്ഞിട്ടുണ്ട്. തിയോസിൻ്റെ പിള്ളേർ ഇവിടെ ആരെയും നോക്കിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ആരുമില്ല എന്നുള്ള സത്യം നമുക്ക് മാത്രം അറിയത്തുള്ളൂ. തിയോസിൻ്റെ അടുത്ത് ആരുമില്ല നമ്മുടെ. പക്ഷേ സോണിലാകെ കോമിക്കിൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളൂ. ഒരു പിള്ളേരും സോണിനകത്തില്ല. കബോങ്ങിലാണ് സോൺ കിടക്കുന്നത്. തിയോസിൻ്റെ പിള്ളേർ നൈസായിട്ട് ലൂസിഫറിൻ്റെ പിള്ളേർ നോക്കുന്നുണ്ട്. ലൂസിഫറിൻ്റെ പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ശ്രമമാണ്. തിയോസ് ക്രാറ്റോസ് അത് സോണിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സോണിൽ കയറാനുള്ള ശ്രമമാണ്. DTRൻ്റെ പിള്ളേർ എന്താണ് അവിടെ നടത്തുന്നത്? DTRൻ്റെ പിള്ളേർ മുമ്പിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും സോണിലൂടെയുള്ള ഓട്ടമാണ്. സോൺ വളരെ പ്രശ്നമാണ്. VSOPനെ കാണിക്കാം. മോനെ ഡെഡിൻ്റെ പിള്ളേർ അടുത്ത് അടി തുടങ്ങി. ടീം ഡെഡ് ആരെയും അടിച്ചിട്ടുണ്ട്. ആരെയും അടിക്കുന്നത് നമ്മുടെ ഡെഡിൻ്റെ പിള്ളേർ സ്പെക്ക് ചെയ്യാൻ പോയതാണ്. ഡെഡിൻ്റെ പിള്ളേരുടെ റേസിൻ്റെ പിള്ളേർ നൈസ് ഫൈറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് അവരെ സ്വിച്ച് ചെയ്തപ്പോൾ നൈസായിട്ട് നമ്മുടെ പിള്ളേർ എനിക്ക് പണി തന്നു. PUBG ഗോഡ്സ് എനിക്ക് പണി തരുന്നത്. PUBG പണി തന്നു. അയ്യോ പണിപ്പാളി ലോഗിൻ ചെയ്യ് ഉള്ളിൽ കയറേണ്ടതാണ്. ഉള്ളിൽ കയറാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്ടെന്ന് അറിയില്ല എനിക്കധികം. മോനെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ലൂസിഫറിൽ ആരാണ് മോനെ? സീറോ റെസ്പെക്റ്റിൻ്റെ പിള്ളേർ എടുത്തു പോകാം. സീറോ റെസ്പെക്ട് 4ാം സ്ഥാനത്താണല്ലോ അവർ. അതെ ചെറിയ പണിപ്പാളി ഗ്ലിച്ച് അടിച്ച്. ഇപ്പോൾ ഈ ഗ്ലിച്ച് ശരിയാണെങ്കിൽ എപ്പോൾ പറ്റുമെന്ന് എനിക്കറിയില്ല.
ഇവിടെ നൈസായിട്ട് കണ്ടില്ല, എല്ലാവരും ഇവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്. ആർദർ വീണിട്ടുണ്ട്. ആ മോനെ സീറോസ്മിൻ്റെ പിള്ളേരെല്ലാം വീണ്. വാറിന് മാത്രമാണ്. വാറിന് എന്ത് ചെയ്യുന്നു കണ്ടറിയാം. വാറിന് റെവ് എടുക്കണം, ആർദറിൻ്റെ റെവ് എടുക്കുന്നുണ്ട്. പക്ഷേ പിന്നിൽ ആരാണുള്ളത്? ആർജിയാണ്, റോഗ് നാഷണൽ പിള്ളേരുണ്ട്. പബ്ലിക് ആയിട്ട് നിന്നാണ് റെവ് എടുക്കുക. അത് ഇനി ഈവിളുണ്ട്. ഈവിൾ എവിടെയാണ് പെട്ടി നോക്കായി കിടക്കുന്നുണ്ട്. അത് ഈവിളിൻ്റെ കില്ല് കാണുമ്പോൾ മോനെ സീറോസ്മിൻ്റെ പിള്ളേർ മുട്ടം കോമഡി ഉണ്ട്. അണ്ണോൻ്റെ പിള്ളേർ മോനെ പൊളി നേട് PB റെയിനോട് നേടിൽ മോനെ പേര് ഡെഡിൻ്റെ പിള്ളേർ മൊത്തം തീർന്നുണ്ട്. ഡെഡിൻ്റെ പിള്ളേർ മൊത്തം തീർത്തിരിക്കുന്നു മോനെ. സീറോസ് പിള്ളേർ ഫുൾ സാൻഡ്വിച്ചാണ്. അവിടെ നേടുകൾ വാരി എറിയുന്ന PB പിള്ളേരും അണ്ണോൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. DTRൻ്റെ പിള്ളേർ അത് വണ്ടിയിൽ പോകുന്നു. വണ്ടിയിൽ ആരെടുത്താണ് കുത്താൻ പോകുന്നത് അറിയില്ല. അവിടെയാണ് റോഗ് നാഷണൽ പിള്ളേർ. മോനെ ആർദർ ആരും അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ആർദർ റേസിൻ്റെ പിള്ളേർ അടിച്ച് നോക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർദറും ഇവിടെയാണ്. ആർദറും വാറിനും മാത്രമുള്ളത്. 2 പേരും അപ്പുറത്ത് 3 പേരും. മോനെ അവിടെ പിന്നിൽ PB റിയോ ഉണ്ട്. റിയോ എന്ത് ചെയ്യുന്നു നമുക്ക് കണ്ടറിയാം. മോനെ ആ റോഗ് നാഷണൽ പിള്ളേർ DT മോനെ റോൻ അടിച്ചിരുന്നു. അതുപോലെ വാറുണ്ണെ അവിടെ അടിക്കുന്നു. മോനെ റോയുടെ പിള്ളേർ നൈസായിട്ട് ട്രാപ്പായിട്ടുണ്ട്. അടിയിൽ 2 പേരും നടുവിലാണ്. മോനെ അവിടെ പിന്നിൽ നിന്നുള്ള അടുത്തടി 3C അണ്ണോൻ്റെ പിള്ളേർ ശരത്ത് വീണ്ടിരിക്കുന്നു. അണ്ണോൻ്റെ ശരത്ത് വീണ്ടിട്ടുണ്ട്. ഇനി റോ മാത്രമുണ്ട്. റോ അതെപ്പോൾ പെട്ടിയാവും. സോണിലാണ്. സോൺ ഭയങ്കര സീനാണ് ബ്രോ. റേസിൻ്റെ പിള്ളേരും ഇസഡാറിൻ്റെ പിള്ളേരുമാണ് ഇപ്പോൾ ഫുൾ അടിയാണ്. ഇസഡാറിൻ്റെ പിള്ളേർ മൊത്തം തീർന്നു. ആർദർ വീണിരിക്കുന്നു. പ്ലേ സോണിൽ പ്ലേ സോൺ ഭയങ്കര പ്രശ്നമാണ്. ആർദർ വീണിട്ടുണ്ട്. ഇസഡാറിൻ്റെ പിള്ളേർ പെട്ടിയാവുന്ന മോനെ വാറുണ്ണി വരുന്നുണ്ട്. മോനെ വാറുണ്ണീനെ മോനെ വട്ടം വളഞ്ഞ് അണ്ണോൻ്റെ പിള്ളേർ അടിച്ച് പെട്ടിയാക്കിയിട്ടുണ്ട്. DTRൻ്റെ അടുത്തോണ്ട് DTRനോട് മോനെ DTRനോട് ചെറിയൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ T കൊണ്ട് ചെറിയ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. മോനെ DTRൻ്റെ പിള്ളേരൊക്കെ അടിച്ചുകൊണ്ട് നമ്മുടെ റോഗ് നാഷൻ്റെ പിള്ളേരും DTRൻ്റെ പിള്ളേരും കിടക്കാച്ച് പോയിട്ട് റോഗ് നാഷൻ്റെ പിള്ളേരെ തീർത്തുകൊണ്ട് DTRൻ്റെ പിള്ളേർ മോനെ ഗോഡ് ഒറ്റയാൾ പോലെയാണ്. അവിടെ നോക്കാം. ടീ ഗോഡ് ആണല്ലോ. അന്നോൻ്റെ പിള്ളേരോട് നൈസായിട്ട് അടുത്തടിയാണ്. മോനെ ആരാണ്? റേസിൻ്റെ പിള്ളേരായിട്ട് ചെറിയൊരു അടിയാണ്. റേസിൻ്റെ പിള്ളേർ മൊത്തത്തിൽ കൺഫേം ചെയ്യുന്നു. കണ്ടറിയിട്ടിരിക്കുന്നു. മുന്നേ ഡീസിങ്ങിന് അടിക്കുന്ന ശ്രമം. ഡീസിങ് അത് സോണി കയറി മോനെ കില്ലുകൾ കൺഫേം ചെയ്യുന്നുണ്ട്. ഡീസിങ് എന്താണ്? ഡീസിങ് വണ്ടിയൊക്കെ എടുത്ത് ചാടിച്ച് സോണിൽ കയറിയിട്ടുണ്ട്. ഡീസിങ് അത് ചാടി ഒരു ബുള്ളറ്റെല്ലാം കിട്ടാണ്ടിരിക്കുന്ന ശ്രമമാണ്. മോനെ ഡീസിങ്ങിന് അടിച്ചിരിക്കുന്നു. മോനെ പൊളി. VSOP വിസാഡ് നൈസായിട്ട് ഡീസിങ്ങിന് അടിച്ച് പെട്ടിയാക്കി അങ്ങ് ലോങ് റേഞ്ചിൽ നിന്ന്. അങ്ങനെ നമ്മുടെ VC അണ്ണോണ്ട് പ്ലെയർ തീർന്നു. ഇത് എവിടെ നിന്നാണ് അടിയൊക്കെ നടക്കുന്നത്? DTR PB ക്യാമ്പസ് നമ്മുടെ IMT ഏതാ ടീം? ഒരു മിനിറ്റ്. VSOP ടീമിന് സ്പെക്ക് ആയിട്ട് ഒരു മിനിറ്റ്. VSOP ടീം അവിടെ ഉണ്ട്. VSOP ഫുൾ സ്ക്വാഡ് ഉണ്ടോ? അതെ. VSOPൻ്റെ 3 പേരുമ്പോൾ IMT ജ്യൂസ് ഉണ്ട്. VSOP സാക്ക് ഉണ്ട്. വിസാഡ് ഉണ്ട്. 3C ശരത്ത് മുകളിലാണ്. മോനെ ആവും പുള്ളിനെ അടിച്ച് പെട്ടിയാക്കലും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ സോണിനകത്ത് ടീ കൊണ്ട് പിള്ളേരോട് TSൻ്റെ പിള്ളേർ ചെറിയ ഫൈറ്റ് എടുക്കുന്നത്. ലോട്ടെക്സ് ആണോ? ലോട്ടെക്സ് നമ്മുടെ പിള്ളേർ അടിച്ച് പെട്ടിയാക്കാം. തിയോസിൻ്റെ പിള്ളേർ അടിച്ച് വരുന്നുണ്ട്. തിയോസിൽ ഓൾറെഡി 2 പേര് നോക്കണം. ഇനി ക്രാറ്റോസ് മാത്രമുണ്ട്. ക്രാറ്റോസിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ്. അല്ല സ്യൂസ് ഉണ്ട്. സ്യൂസ് എവിടെയുണ്ട്? സ്യൂസ് അപ്പുറത്താണ്. സ്യൂസ് അവിടെ ഒരു വീട്ടിലുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. ടീ ഗോട്ട് ചെക്കിനെ ക്രാറ്റോസ് അടിച്ചിരിക്കുന്നു. പൊളി സ്യൂസിനെ വീഴ്ത്തിരിക്കുന്നു. മോനെ ക്രാറ്റോസ് മാത്രമുണ്ട്. ക്രാറ്റോസ് ഒറ്റയ്ക്ക് പോരേണ്ടി വരുമ്പോൾ അവിടെ സോണും വരുന്നുണ്ട്. ഇനി വെക്സൻ്റ് ഉണ്ട്. ടീ ഗോട്ടാൻസ് മോനെ ടീ കൊണ്ട് പിള്ളേർ ലോട്ടെക്സ് മോളിൽ കയറി വരുന്നു. മോട്ടിൽ കയറി വന്ന തിയോസിൻ്റെ പിള്ളേർ അടിച്ച് പെട്ടി. ടീ കൊണ്ട് പിള്ളേർ മോനെ ടീ കൊണ്ട് പിള്ളേർ നൈസായിട്ട് തിയോസിൻ്റെ പിള്ളേർ വൈപ്പായിരിക്കുന്നു. ഇനി ആരൊക്കെയുണ്ട്? സോണിനകത്ത് ആരുമില്ല. കൊമിക്കിൻ്റെ ഉള്ളൊരു ഇങ്ങനെയൊക്കെ ചാടിക്കയറി വരുന്നുള്ളൂ. സോ ഇനി ആകെ 8 ടീം 24 പേര്. മോനെ KW വാർഹെഡിൻ്റെ പിള്ളേർ ചെറുതായിട്ട് ലൂസിഫറിൻ്റെ പിള്ളേർ അടിച്ചിട്ടുണ്ട്. ലൂസിഫറിൻ്റെ പിള്ളേർ സൈക്കോഡ് ഉണ്ട്. ലൂസിഫർ ബീസ്റ്റും അടിച്ചിരിക്കുന്നു. മോനെ ഡെവിൾ അവിടെ ഉണ്ട്. ഡെവിൾ അവിടെ ചാടിയുണ്ട്. ഡെവിളും ബ്രൂസും മാത്രമാണ്. ബ്രൂസും സൈക്കോൻ്റെ പെട്ടിയാക്കിയിട്ടുണ്ട്. ഇനി ബ്രൂസ് എന്ത് ചെയ്യും? മോനെ ഡെവിളിനെ അടിച്ച് പെട്ടിയാക്കാൻ ശ്രമമാണ്. ഡെവിൾ വരുന്നു. ക്രോണോസ് വരുന്നു. മോർട്ടലിനെ അടിച്ച് വെട്ടിയാക്കാൻ ഡെവിൾ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ബ്രൂസിൻ്റെയും അടിച്ച് റീലോഡ് വന്നു. അങ്ങനെ ലൂസിഫറിൻ്റെ പ്ലെയർ വാർഹെഡ്സ് അടിച്ചിട്ടുണ്ട്. പൊളിക്കളിയാണ് മോനെ. ഒരുവിധം നല്ല ടീമിനൊക്കെ പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാർഹെഡ്സിന് അത് അടി വരുന്നു. മോനെ മുകളിൽ നിന്ന് അയ്യൻ്റെ പിള്ളേർ നൈസായിട്ട് മോർട്ടലിനെ പെട്ടിയാക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ട്. സോ നമുക്കിതൊക്കെ വാർഹെഡ്സ് 11 കിലോമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അയ്യൻ്റെ പിള്ളേർ ഉണ്ട്. മോനെ ക്രോണോസിന് അടിക്കുന്നു. ക്രോണോസിൻ്റെ ഹെൽത്ത് ജസ്റ്റ് മിസ്. മോനെ മാർട്ടിസ് അടിച്ച് പുകയിലേക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ അവരോട് നൈസായിട്ട് പക്ഷേ റെഡ്വുഡ് അവിടെ നിന്ന് അടിച്ച് തിരിച്ച് കവർ ഫയർ അടിക്കുന്നു. മോനെ തിരിച്ച് കവർ ഫയറിൽ റെഡ്വുഡ് ഉണ്ട്. അത് VSOP നൈസാണ്. VSOP പൊള്ളിയാണ്. ഇനി ആരൊക്കെയുണ്ട്? ഇനി ഏതൊക്കെ ടീമുണ്ട് നമുക്ക് ചോദിച്ചാൽ ടീ ഗോഡ് ഉണ്ട്. കേരള വാർഹെഡ്സ് ഉണ്ട്. 3C ഉണ്ട്. 3C ശരത്ത് മാത്രമുള്ളൂ. അതിൻ്റെ ബൈൻ്റെ പിള്ളേരുണ്ട്. VSOP ഉണ്ട്. IND ഉണ്ട്. ഇമ്പൾസ് കൊമിക്കിൻ്റെ പിള്ളേരുണ്ട്. കൊമിക്ക് അത്രയും പേര് മാത്രം. ഇനി ബാക്കിയുള്ള ഇനി വെറും 7 ടീമുകൾ മാത്രം. ഇനി എന്താണ് ഇവിടെ നടക്കാമെന്ന് കണ്ടറിയാം. VSOP സാക്ക് അടിച്ച ടീ കൊണ്ട് പിള്ളേരോട് വീണിട്ടുണ്ട്. ടീ ഗോഡിൻ്റെ പിള്ളേരോട് അടിച്ച് തീർന്നിട്ടുണ്ട്. നൈസായിട്ട് കൊണ്ട് പിള്ളേർ ആരൊക്കെയായിട്ട് ഫൈറ്റ് എടുക്കുന്നു. കൊമിക്കിൻ്റെ പിള്ളേർ ടീ ഗോഡിൻ്റെ പിള്ളേർ ഫൈറ്റ് എടുക്കുന്നു. ടീ ഗോഡ് ചെക്ക് വീണിട്ടുണ്ട്. കൊമിക്ക് അത് വരുന്നു. ഇമ്പൾസ് കൊമിക്ക് വരുന്നുണ്ട്. വേറെ ആരുമില്ല ടീ ഗോഡിൻ്റെ അടുത്ത്. ടീ ഗോഡ് 10 അങ്ങ് ദൂരെയാണ്. ടീ ഗോഡ് 10 അങ്ങ് അടുത്തില്ല. എന്തെയും ഇവിടെ സാക്ക് ഉണ്ട്. ഇവിടെ കൊമിക്കുണ്ട്. മോനെ പൊളി. അത് IMD സ്യൂസ് പ്ലേ സോണിൽ വീണ് നോക്കായിരിക്കുന്നു. ഇമ്പൾസിൻ്റെ പിള്ളേർ നൈസായിട്ട് അവിടെ സോണിൻ്റെ പുറത്ത് നിൽക്കുകയാണ്.
എങ്ങും മടികൾ, എങ്ങും വെടിവെച്ചുകൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. നിങ്ങൾ കേൾക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. VSOP സാക്ക് അവിടെ എന്താണ് ചെയ്യുന്നത്? മെഡ് അടിക്കുന്നൊരു മോനെ അങ്ങ് ദൂരെ വെക്സൻ്റെ വരുന്നു. വെക്സൻ്റെ ഹെൽത്ത് അടിക്കുന്നില്ല. എന്തൊരു വെക്സൻ്റെ മോനെ സോൺ ചേർത്താണ്. വെക്സൻ്റെ സോണിൽ വീണ് മരിക്കൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി എവിടെ കേരള വാർഹെഡ്സിൻ്റെ അവിടെ പൊരിഞ്ഞടിയാണ്. അതെ നമ്മുടെ INT പിള്ളേരായിട്ട് മോനെ വാർഹെഡ്സ് പൊരിഞ്ഞടിയാണ്. സോണിലാകെ ആരുമില്ല, എല്ലാവരും സോണിന് പുറത്താണ് അടിക്കുന്നത്. സോണിന് പുറത്ത് കിടന്ന് മിക്കവാറും എല്ലാവരും മരിക്കൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മോനെ ഷാഡി വീണിരിക്കുന്നു. INT ഷാഡി വീണിരിക്കുന്നു. മോർട്ടലിൻ്റെ ഒടുക്കത്തെ സ്പ്രേയിൽ ഷാഡി വീണിട്ടുണ്ട്. മോനെ ഇവിടെ മൊളട്ടോണല്ലേ എന്തൊക്കെ എറിഞ്ഞിട്ടുണ്ട്. അതൊരു നെയ്ഡ് മോനെ നമ്മുടെ മോനെ ആരാണ് വീണത്? INT ക്ലോസും വീണ്ടിരിക്കുന്നത്. INTയിൽ ഇന്നൊരാൾ മാത്രം, മാർട്ടിസ് റവ് എടുക്കുന്നുണ്ട്. അത് പിള്ളേർ ചാടി ഓടി വരുന്നുണ്ട്. പക്ഷേ മോനെ M249 ഷോട്ടിൽ തീർന്നു. ഷാഡിൻ്റെ പിള്ളേരെ തീർത്തു. അവിടെ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ടീഗോഡ് വെക്സൻ്റെ വീണ്ടിരിക്കുന്നത്. കൊമിക്കിൻ്റെ പിള്ളേർ ടീഗോഡ് വെക്സനെ തീർത്തുണ്ട്. കൊമിക്കിൻ്റെ പിള്ളേർ സോണിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമമാണ്. പക്ഷേ ആരൊക്കെയുണ്ട് കൂടെ ഓടിക്കയറാൻ? കൊമിക്കിൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളൂ. അത് കൊമിക്കിൻ്റെ പിള്ളേരുണ്ട്. അത് ടീഗോഡ് ടെൻസോടെ നോക്കാക്കിയിട്ടുണ്ട്. കൊമിക്കിൻ്റെ ഉള്ളിൽ കയറുന്ന മോനെ ബൈറ്റിൻ്റെ ഉള്ളിൽ നൈസായിട്ട് സോണിനുള്ളിൽ കയറിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം സോൺ മുഖ്യമാണ്, വളരെ ചെറിയ സോൺ. ഇനി KWS ഇനി വെറും 4 ടീമുകൾ മാത്രമാണ് കാണുന്നത്. ഇവിടെ ഇനി എന്താണ് ഉണ്ടാകുമെന്ന് കണ്ടറിയും. ആരൊക്കെയാണുള്ളത്? ടീഗോഡ് ടെൻസ് ഉണ്ട്, അതുപോലെ തന്നെ കൊമിക് ഉണ്ട്, അതുപോലെ തന്നെ ബൈറ്റ് ഉണ്ട്. 2 ടീമുകൾ അത് സോണിലേക്ക് വരുന്നു. വാർ ഹെഡ്സിൻ്റെ 2 പേര്, അതുപോലെ തന്നെ അത് ടീഗോഡ് ടെൻസ് വരുന്നു. ടീഗോഡ് ടെൻസിനെ നോക്കിക്കാണോ? അല്ല, അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് നമ്മുടെ മോർട്ടൽ ചെയ്യുന്നത്. പക്ഷേ അവിടെ ടീഗോഡ് ടെൻസ് വരുന്നുണ്ട്. പക്ഷേ കൊമിക്കിൻ്റെ പിള്ളേർ സൈഡിൽ കൂടെ ചാടിക്കറി വരുന്നുണ്ട് നൈസായിട്ട്. ഇന്നത്തെ പോലെയും ഇന്നും ഡിന്നർ അടിക്കാമെന്ന ആഗ്രഹത്തോടെ അത് കൊമിക്കിൻ്റെ പിള്ളേർ വരുന്നു. മോനെ ടെൻസ് അത് സോണിൽ വീണിരിക്കുന്നു. മോനെ ഇനി ഒരു 3 ടീമും 7 പേര് മാത്രമാണ്. പക്ഷേ ഈ സോൺ കണ്ടില്ലേ, നല്ലൊരു ഓപ്പൺ സ്പേസിലുള്ള സോണാണ്. ഇതിൽ ഇവിടെ ആർക്കാണ് അഡ്വാൻറ്റേജ് നമുക്ക് കണ്ടുവരേണ്ടിയിരിക്കും. മതി നമ്മുടെ സ്വന്തം വാർ ഹെഡ്സിന് മാത്രമാണ് അഡ്വാൻറ്റേജ്. പക്ഷേ ആ അഡ്വാൻറ്റേജ് അവർ മുതലെടുക്കില്ല. മോനെ റെഡ് വുഡ് അത് നൈസായിട്ട് മോളിൽ കയറുന്നുണ്ട്. പക്ഷേ പുള്ളിക്കുള്ള അടി എവിടെ നിന്ന് വരുമെന്ന് നമുക്ക് പാഴ്സലായിട്ട് കിട്ടുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബൈറ്റിൻ്റെ പിള്ളേർ സൈഡിൽ കൂടെ ചാടി ഓടി വരുന്നത് ബൈറ്റിൻ്റെ പിള്ളേർ വരുന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് നൈസായിട്ട് മോനെ സ്പെക്ടറിന് അടിച്ചിട്ടുള്ള ശ്രമമാണ്. സ്പെക്ടർ വീഴില്ല മോനെ. സ്പെക്ടർ കിടന്നു. പക്ഷേ അതേ നോക്കാണെങ്കിലും സ്പെക്ടറിലൂടെ ചാടിക്കിടന്നു. പക്ഷേ തിരിച്ചുള്ള കാർ ഫയറിംഗ് ആണ് വരുന്നത്. അതേ തിരിച്ചുള്ള ഫയറിംഗ് അടിക്കുന്നുണ്ട്. മോർട്ടലിനകത്ത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഇനി മുമ്പിൽ സ്മോക്കുകളിട്ട് പിള്ളേർ നൈസായിട്ട് കയറും. മോർട്ടൽ അതാ കൊമിക്കിനെ എൻഗേജ് ചെയ്തിരിക്കുന്നു. കൊമിക്കിൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. ഗ്ലാഡ് ഇപ്പം നോക്കായിനി, പക്ഷേ ഗ്ലാഡിനെ അടിച്ചിടാൻ പറ്റിയില്ല. അവിടെ ലിയോ കൊമിക്കുണ്ട്. ലിയോ കൊമിക്കിനെ കണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ലിയോ കൊമിക്കിനെ കാണാൻ ചാൻസ് ഇല്ല. ലിയോ കൊമിക്ക് അത് തിരിച്ചടിക്കുന്നു. മോനെ അവിടെ തിരിച്ചുള്ള സ്പ്രേയിൽ മോർട്ടൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊമിക്കിൻ്റെ പിള്ളേർ അത് സോണിൽ പെട്ടിരിക്കുന്നു. സോണിൽ പെട്ട് മെരിക്കയിൽ നമുക്ക് കണ്ടറിയിരിക്കുന്നത്. അത് കവറുകൾ പിടിച്ച് ഓടുന്നു. സ്മോക്കുകൾ വാരി എറിയുന്നു. കൊമിക്കിൻ്റെ പിള്ളേർ വെള്ളത്തിലുള്ള ഓട്ടം മോനെ കൊമിക്ക് വേണ്ടിയിരിക്കുന്നു. കൊമിക്കിനെ അടിച്ച് വീഴ്ത്തിയിട്ടിരിക്കുന്നു. മോർട്ടൽ അടുത്ത സ്പ്രേ ഗ്ലാഡിനെ അടിക്കുന്നു. ഗ്ലാഡ് വീഴോ ഇല്ല. ഒരു സൈഡിൽ ബൈറ്റിൻ്റെ പിള്ളേർ അടിക്കുന്നു, മറു സൈഡിൽ കൊമിക്കിൻ്റെ പിള്ളേർ അടിക്കുന്നു. അങ്ങനെ ഗ്ലാഡ് വീണ്ടിരിക്കുന്നു. ബൈറ്റിൻ്റെ പിള്ളേർ മാത്രം മോനെ റെഡ് വുഡ് വീണു. ഇനി ഇവിടെ ഇനി ആരും മാത്രമുണ്ട്? മോർട്ടൽ മാത്രമാണ്. മോർട്ടൽ എന്ത് ചെയ്യുന്നു കണ്ടിരിക്കുന്നു. മോനെ ബൈറ്റിൻ്റെ പിള്ളേർ ചാടി ഓടി വരുന്നു. ഇതുവരെയും നൈസായിട്ട് ഗോസ്റ്റ് വീണ്ടിരിക്കുന്നു. ബൈറ്റ് ഗോസ്റ്റ് അത് നൈസായിട്ട് വീണിട്ടുണ്ട്. ഇനി ഒരാൾ മാത്രമുള്ളത് എന്ന വിഷയത്തിൽ അത് ക്രിമിനൽ ഓടിക്കേറി സോണിൽ വരുന്നുണ്ട്. അത് മോർട്ടൽ നൈസായിട്ട് മോർട്ടൽ എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മോർട്ടൽ എന്താണ് ചെയ്യുന്നത്? പുള്ളി കുറേ നേരമല്ലോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അത് ചാടുന്നു. അതേ മോർട്ടലിൻ്റെ എഴുത്തിലേക്ക് റെഡ് വുഡ് വരുന്നുണ്ട്. ബൈറ്റ് സ്പെക്ടർ വരുന്നു. ബൈറ്റ് സ്പെക്ടറിനെ അടിച്ച് നോക്കാനുള്ള ശ്രമം. മോനെ ബൈറ്റിൻ്റെ പിള്ളേർ ഇന്നത്തെ ഡിന്നർ അടിച്ചിരിക്കുന്നു. മോനെ വാർ ഹെഡ്സിൻ്റെ പിള്ളേർ അടിച്ചിട്ടുണ്ട്. ബൈറ്റിൻ്റെ പിള്ളേർ എന്താ ഡിന്നർ അടിച്ചിട്ടുണ്ട്. വേറെ ലെവൽ. അവസാനത്തെ 2 പേര് ബൈറ്റിൻ്റെ പിള്ളേർ തീർത്തുകൊണ്ട് ഇന്ന് ഡിന്നർ അടിക്കുന്നതുകൊണ്ട് ബൈറ്റിൻ്റെ പിള്ളേരാണ്. സോ ഇന്നത്തെ ഫസ്റ്റ് ഡിന്നർ അടിക്കുന്ന ബൈറ്റിൻ്റെ പിള്ളേർ. സെക്കൻഡ് നമ്മുടെ വാർ ഹെഡ്സാണ്. തേർഡ് നമ്മുടെ കൊമിക്കിൻ്റെ പിള്ളേരുണ്ട്. 4th നമ്മുടെ ടീഗോഡിൻ്റെ പിള്ളേരുണ്ട്. 5th നമ്മുടെ INT പിള്ളേരുണ്ട്. 6th നമ്മുടെ VSOP പിള്ളേരുണ്ട്. അതുപോലെ തന്നെ 7th നമ്മുടെ 3C അൺനോൺഡ് പിള്ളേരാണ്. 8th നമ്മുടെ ലൂസിഫറിൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ തന്നെ 9 നമ്മുടെ തിയോസ് ഉണ്ട്. 10 നമ്മുടെ DTR ഉണ്ട്. അതുപോലെ തന്നെ റേസ് റോഗ് നേഷൻ 0 റെസ്പെക്ട് ഡെഡ് ബോസ്കോ ടോപ്പ് ഉണ്ട്. നമ്മുടെ RDX ഉണ്ട്. എക്സോഡസ് ഉണ്ട്. ടിപ്പ് ഉണ്ട്. സ്പാട്ടയുണ്ട്. അതുപോലെ തന്നെ DXL ഉള്ളവരുണ്ട്. വെനത്തിൻ്റെ ഉള്ളവരുണ്ട്. സോ ഇന്നത്തെ കളികൾ ഇവിടെ തീരുന്നു. സോ ഇന്നത്തെ സ്ട്രീമിംഗ് ഇവിടെ തീരുകയാണ്. സോ നമുക്ക് നാളെ ഇതേ സമയം കാണാം. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ ഗൈസ് ഗുഡ് നൈറ്റ്. ബൈ.